എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിൻസ്, നരിവേട്ട, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ സ്വന്തമാക്കിയത്. അജു വർഗീസാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനബ്ലയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നിട്ടുണ്ട്. നാളെയാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് റെയ്ഡ് 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജയ് ദേവ്ഗണാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് റെയ്ഡ് 2 സ്വന്തമാക്കിയത്. ജൂൺ 27 നെറ്റ്ഫ്ലിക്സിലാണ് റെയ്ഡ് 2വിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തഗ് ലൈഫ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് തഗ് ലൈഫ്. കമൽഹാസൻ, ജോജു ജോർജ് അതുപോലെ ഒരുപാട് മലയാളം ആക്ടേഴ്സ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ തഗ് ലൈഫിന് വിജയിക്കാൻ സാധിച്ചില്ല. തിയേറ്ററുകളിൽ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ഈ കമൽഹാസൻ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. റിലീസിന് മുന്നേ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ 4 വീക്കിനുള്ളിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ജൂൺ മാസം 30-നായിരിക്കും തഗ് ലൈഫിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, ബേസിൽ, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് കപ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്പോർട്സ് കോമഡി മൂവിയായിരുന്നു കപ്പ്. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT സൈനപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റാണ് കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാനാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായം സിനിമ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സാധാരണ ധ്യാൻ സിനിമകൾ 8 നിലയിൽ പരാജയപ്പെടാറുണ്ട്. എന്നാൽ ഉജ്ജ്വലൻ സിനിമയ്ക്ക് കുറച്ച് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ഉജ്ജ്വലൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. സിനിമയ്ക്ക് നല്ല അഭിപ്രായം തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടില്ല. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇപ്പോഴിതാ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിലാണ് ഫൂട്ടേജ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഞാൻ കണ്ടത സാർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്താണ് സിനിമയിലെ നായകൻ. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സിൽ ഈ വീക്കാണ് ഞാൻ കണ്ടത സാർ എന്ന സിനിമയുടെ OTT റിലീസ്. ജൂൺ മാസം 22-നായിരിക്കും സിനിമ റിലീസാക്കാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സാധാരണ ദിലീപ് സിനിമയ്ക്ക് ലഭിക്കാറുള്ള നെഗറ്റീവ് തങ്കമണിക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറിയായിരുന്നു തങ്കമണി പറഞ്ഞു പോയത്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. ദിലീപ്, നീതാപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലുണ്ടായ ഒരു സ്റ്റോറിയാണ് തങ്കമണി പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇത് അവസാനം ആമസോൺ പ്രൈം തങ്കമണിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. തങ്കമണി സർപ്രൈസായിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതലും ജൂൺ മാസം 28-ന് ആമസോൺ പ്രൈമിലായിരിക്കും തങ്കമണിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. ഒരുപാട് ദിവസം സിനിമ ഓടിയിട്ടുണ്ടായിരുന്നു. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. സുരാജ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ ഒരു പോലീസായിട്ടാണ് സിനിമയിൽ വരുന്നത്. ഇപ്പോൾ ഇതാ നരിവേട്ട സിനിമയുടെ OTT സോണി ലീവ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഉടനെ തന്നെ സോണി ലീവിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. കൂടുതലും ജൂൺ മാസം 30-നായിരിക്കും നരിവേട്ട സിനിമ സോണി ലീവിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാത്തിരിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസിന് ഒരുങ്ങുകയാണ്. നാളെയാണ് സിനിമയുടെ റിലീസ്. നാളെ C5-ലാണ് പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസ് ചെയ്യുന്നത്. ധ്യാൻ, ദിലീപ്, സിദ്ദിഖ് തുടങ്ങി ഒരുപാട് പേര് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ അഭിനയിച്ചിട്ടുണ്ട്. 30 ദിവസത്തിന് മുകളിൽ സിനിമ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. C5-ൽ ജൂൺ മാസം 20-നാണ് സിനിമയുടെ റിലീസ്. അതായത് നാളെ രാത്രി 12 മണിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി OTT റിലീസ് ചെയ്യും. അവസാനത്തെ അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്.
ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായം സിനിമ നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഗെറ്റ്സ് ബേബിയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് ഗെറ്റ്സ് ബേബി വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ലേഗാക്കുകയാണ്. മനോരമ വാങ്ങിച്ച സിനിമകളെല്ലാം തന്നെ ലേറ്റ് ആയിട്ടാണ് വരാറ്. കൂടുതലും ജൂൺ മാസം 25-നായിരിക്കും ഗെറ്റ്സ് ബേബി മനോരമ മാക്സിൽ റിലീസാവുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം റിലീസിനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.